മലയാളി പെന്തക്കോസ്തിൽ ഇന്ന് കേരളത്തിൽ തന്തയ്ക്ക് പറഞ്ഞ ഒരുത്തനുണ്ടെങ്കിൽ അവൻ ടാർസനാണ്. പറയാൻ വയ്യാത്ത കൊച്ചിനെ അല്ലെങ്കിൽ അവൻ ആട്ടിലും ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം, മലയാളി പെന്തക്കോസ്താർ ചെവിക്ക് തുറന്ന് കേട്ടോ, ഇന്ത്യയൊക്കെ ഇടയിൽ കൃത്യമായി തന്തയ്ക്ക് പറഞ്ഞ ഒരുത്തനുണ്ടെങ്കിൽ അത് ടാർസ മാത്രമേ ഉള്ളൂ. അതാണ് അന്തസ്. താൻ വിശ്വസിക്കുന്നതാണ് ശരി, അത് മാത്രമാണ് ശരി, മറ്റതൊക്കെ തെറ്റായതുകൊണ്ടാണ് ഞാൻ അത് വിട്ടിട്ട് ഇതിനകത്ത് നിൽക്കുന്നത് എന്നുള്ള ബോധ്യം, ആത്മവിശ്വാസം, ആത്മാഭിമാനം, തന്റെ പെന്തക്കോസ്തിനോടുള്ള സ്നേഹം, അതിനോടുള്ള പ്രതിബദ്ധത, അതിനോടുള്ള കൂറ്, തന്റെ മേലുള്ള ദൂതിന്റെ മേലുള്ള വിശ്വസ്തത, ഇതെല്ലാം പുള്ളിയുടെ പ്രസംഗത്തിലുണ്ട്. ബാക്കിയുള്ളവരെല്ലാം കള്ളന്മാരാണ്. അമ്പലത്തിൽ പെരുന്നാൾ വേടി പടക്കം റാസ പാവൻ ടാർസൻ ഇതുവരെ നേരം എടുത്തിട്ടില്ല. പെന്തക്കോസ്തുകാർ വളരെ കൗശലക്കാരും ബുദ്ധിയുള്ളവരുമാണ്. അവർക്കറിയാം തങ്ങളുടെ മുഴുവൻ നുണയാണെന്നും കാപട്യമാണെന്നും ഒരടിസ്ഥാനമില്ലാത്തതുമായ കാര്യമാണെന്നറിയാം. പാവൻ ടാർസൻ ഓർത്തഡോക്സിന്റെ മറ്റോ അടുത്ത ഇടയിൽ പെന്തക്കോസ്തി വന്ന പുള്ളിക്ക് ഈ പുത്തനച്ച് പുരപ്പുറം തൂക്കുന്നു പറഞ്ഞാൽ പുള്ളി ഇരുന്ന് തൂക്കുന്ന ഇതിന്റെ 3 കുർബാന മണ്ണാങ്കട്ട ഈ പാവപ്പെട്ടവൻ ആത്മാർത്ഥരസം. അതുകൊണ്ട് ആ ആവേശവും ആ സത്യസന്ധതയും പുള്ളി വിശ്വസിക്കാതെ. അപ്പൊ പുള്ളിയെ സംബന്ധിച്ച് നല്ല എരിവുണ്ട്, പക്ഷെ പരിജ്ഞാനമില്ല. പൗലോസ് പറയുന്നുണ്ട് പരിജ്ഞാനമില്ലാത്ത എരിവുകാരൻ, റോമാലയത്തിൽ പറയുന്നുണ്ട്. അത് പെന്തക്കോസ്തുകാരുടെ ഒരു പതിവ് പരിപാടിയായി. പല്ലി വാല് മുറിക്കുന്നതില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആളല്ല എന്ന് പറഞ്ഞ് തള്ളുക. അത് ശരിയല്ല. നമ്മള് കൂടെ നിൽക്കുന്ന ഒരാളെ അത് ഏത് സാഹചര്യത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയും ചേർത്ത് നിർത്തുകയും ചെയ്യണം. അത് പെന്തക്കോസ്തുകാരുടെ പതിവ് പരിപാടി. പണ്ടൊരു തോമസ് ഊട്ടി റാന്നിന്ന് പെന്തക്കോസ്തിലെ വലിയ പാസ്റ്ററായിരുന്നു. അദ്ദേഹം 2 ചീത്ത പറഞ്ഞു ഫോണിൽ കൂടെ എന്ന് പറഞ്ഞ്. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് പെന്തക്കോസ്തല്ല ഞങ്ങളുടെ ആളല്ലെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് ഞെട്ടറ്റാതെ മൂട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ മാതൃസഭയിലോട്ട് മടങ്ങി പോകേണ്ടതായിട്ട് വന്നു. ഇതൊരു പെന്തക്കോസ്തുകാരുടെ സ്ഥിരം പരിപാടിയാണ്. അപ്പൊ അതില് അർത്ഥമൊന്നുമില്ല. നമ്മള് ഒരു ഗ്രൂപ്പിന്റെ ആർജവത്വം എന്ന് പറഞ്ഞാൽ അതിലുൾപ്പെട്ട ഒരാൾക്ക് വീഴ്ചകൾ വരാം, കുറവുകൾ വരാം, ബലഹീനത വരാം. അപ്പോഴേ അയാളെ തള്ളിക്കളയുന്ന ഒരിക്കലും ശരിയായ രീതിയല്ല. അത് ഇപ്പം പെന്തക്കോസ്തുകാർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ പെന്തക്കോസ്തിന്റെ ഒരു സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. അത് എന്നെ കേട്ടോണ്ടിരിക്കുന്ന പെന്തക്കോസ്തുകാർ മനസ്സിലാക്കുക, ഈ ടാർസൻ എന്ന് പറയുന്ന ഒരാള് തന്റെ ജീവിതവും ജീവനവും സ്വത്തും ഒരുപാട് ത്യാഗമൊക്കെ സഹിച്ച് അയാള് പെന്തക്കോസ്തിലോട്ട് വന്നതാണ്. അപ്പോ അയാളെ ഇങ്ങനെ നിഷ്കരണം തള്ളിക്കളയുന്നത് ഒരു ശരിയായ രീതിയല്ല. അതിനൊന്നുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല. അതൊക്കെ അവനവൻ പൂരിപ്പിക്കട്ടെ. അത് ശരിയല്ലെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തോട് വിരോധമായിട്ടൊന്നും തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോഴും അതൊരു ആവേശത്തോടെ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അതൊരു ആത്മാർത്ഥത, കാപട്യം ഒട്ടുമില്ല പ്രസംഗത്തിൽ. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പെന്തക്കോസ്തിന്റെ കപടന്മാരാണ് പ്രത്യേക ഈണത്തിലും വൈബ്രേഷനൊക്കെ കൊടുത്ത് ആകാശം ചായിച്ച് ഇറങ്ങി വരുന്നു എന്നൊക്കെ പറഞ്ഞത് കപടൻ. അവനറിയാൻ കർത്താവ് ഇല്ലെന്നും വരത്തില്ലെന്നും ഒക്കെയാണ് ഇവന്റെ വിളി. ഈ പാവപ്പെട്ടവൻ ആത്മാർത്ഥമായിട്ട് പ്രസംഗിച്ചു. അതുകൊണ്ട് ആ ആവേശവും ആ സത്യസന്ധതയും പുള്ളി വിശ്വസിക്കാതെ. അപ്പൊ പുള്ളിയെ സംബന്ധിച്ച് നല്ല എരിവുണ്ട്, പക്ഷെ പരിജ്ഞാനമില്ല. പൗലോസ് പറയുന്നുണ്ട് പരിജ്ഞാനമില്ലാത്ത എരിവുകാരെന്ന് റോമാലയത്തിൽ പറയുന്നുണ്ട്. അപ്പൊ പരിജ്ഞാനത്തോടു കൂടി വേണം എരിവ്. അപ്പൊ എരിവ് മാത്രമേ ഉള്ളൂ പുള്ളിക്ക്, പരിജ്ഞാനമില്ല. അതാണ് പുള്ളിക്ക് പറ്റുന്നത്. അതുകൊണ്ട് പുള്ളിയെ പറ്റി നമുക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് പുള്ളിയെ നമ്മൾ വിമർശിക്കേണ്ട ആവശ്യമില്ല. സോ നമുക്കിതൊരു ഒബ്ജക്റ്റീവ് ആയിട്ട് പുള്ളി പറഞ്ഞ കാര്യങ്ങളെ പറ്റി ചിന്തിക്കാം. അപ്പൊ പരിജ്ഞാനമില്ലാത്ത എരിവുകാരുണ്ട്, അതിൽ പെട്ട ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഒരു പരിജ്ഞാനമില്ലാത്ത എരിവുകാരനാണ്. ഒന്നാമത് അദ്ദേഹം പറഞ്ഞു മാർത്തോമ, ഓർത്തഡോക്സ്, കത്തോലിക്ക ഈ സഭകളുടെ നടുവിൽ നിന്നാണ് ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറയേണ്ടത്. കാരണം മാനസാന്തരപ്പെടേണ്ടത് കത്തോലിക്കര്, ഓർത്തഡോക്സുകാര്, യാക്കോബക്കാര്, മാർത്തോമക്കാരാണ്. അതുകൊണ്ട് പെന്തക്കോസ്തുകാര് വിളിച്ചു കൂട്ടിയ ഒരു കൂട്ടായ്മയുടെ നടുവിൽ നിന്ന് മൈക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വെക്കുക, അവരെല്ലാം ഒന്ന് കേട്ട് മാനസാന്തരപ്പെടട്ടെ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യം പുള്ളി പറഞ്ഞത്. ഇതിനെ എങ്ങനെ പ്രതികരിക്കുന്നു പാസ്റ്റർ ഷിബു പാസ്റ്റർ, എങ്ങനെ പ്രതികരിക്കുന്നു? എന്റെ ആദ്യത്തെ പ്രതികരണം ഇതാണ്. മലയാളി പെന്തക്കോസ്തിൽ ഇന്ന് കേരളത്തിൽ തന്തയ്ക്ക് പിറന്ന് ഒരുത്തനുണ്ടെങ്കിൽ അവൻ ടാർസനാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, മലയാളി പെന്തക്കോസ്തുകാർ ചെവിക്ക് തുറന്ന് കേട്ടോ, ഇന്ത്യയൊക്കെ ഇടയില് കൃത്യമായി തന്തയ്ക്ക് പിറന്ന് ഒരുത്തനുണ്ടെങ്കിൽ അത് ഈ ടാർസൻ മാത്രമേ ഉള്ളൂ. അതാണ് അന്തസ്. താൻ വിശ്വസിക്കുന്നതാണ് ശരി, അത് മാത്രമാണ് ശരി, മറ്റതൊക്കെ തെറ്റായതുകൊണ്ടാണ് ഞാൻ അത് വിട്ടിട്ട് ഇതിനകത്ത് നിൽക്കുന്നത് എന്നുള്ള ബോധ്യം, ആത്മവിശ്വാസം, ആത്മാഭിമാനം, തന്റെ പെന്തക്കോസ്തിനോടുള്ള സ്നേഹം, അതിനോടുള്ള പ്രതിബദ്ധത, അതിനോടുള്ള കൂറ്,
തന്റെ മേലുള്ള ദൂതിന്റെ മേലുള്ള വിശ്വസ്തത, ഇതെല്ലാം പുള്ളിയുടെ പ്രസംഗത്തിലുണ്ട്. ബാക്കിയുള്ളവന്മാരെല്ലാം കള്ളന്മാരാണ്, കപടന്മാരാണ്. തിരുവേനിയെ കാണുമ്പോൾ കൈമുത്തുകയും അച്ഛന്മാരെ കാണുമ്പോൾ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുകയും അവരുടെ കൂടെ മേശം കിട്ടി ഇളിച്ചു പിടിക്കുകയും ചെയ്യുന്ന ബന്ധക്കോസുകാരൻ എന്നാ ബന്ധക്കോസുകാരനാണ്? അവ കേരളത്തിൽ ഒരു കൃത്യമായ ബന്ധക്കോസുകാരനുണ്ടെന്ന് പറഞ്ഞാൽ അത് ഈ ടാർസനേ ഉള്ളൂ. അതാണ് ടാർസൻ ആ പ്രസംഗിച്ചത്. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഞാൻ പറഞ്ഞു എരിവുണ്ട്, പരിജ്ഞാനമില്ല, അത് നമ്മുടെ വിയോജിപ്പാണ്. പക്ഷെ ടാർസൻ താൻ നിൽക്കുന്നതിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക. ഈ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ മുങ്ങുകയറാത്തൊരു വള്ളമാണെന്ന് പുള്ളി അങ്ങ് ചിന്തിക്കുക. പക്ഷെ ഇത് മുഴുവൻ ഓട്ടയാണെന്ന് അറിയാവുന്ന കള്ളന്മാരെന്ത് ചെയ്യാണ്? പമ്മി നിൽക്കുകയാണ്. അവരാളുകളെ വഞ്ചിക്കുകയാണ്. ഈ മുങ്ങുന്ന കപ്പലിലോട്ട് ആളെ വിളിച്ചു കയറ്റുക അവര്. പക്ഷെ ടാർസൻ ചിന്തിക്കുന്നത് ഇത് മുങ്ങാത്ത കപ്പലാണ്. ടാർസനും അവരുമായിട്ടുള്ള വ്യത്യാസം അത്. അപ്പൊ ടാർസനാണ് കറക്റ്റ്. പക്ഷെ ടാർസനെ നമുക്ക് ഈ ടാർസൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, യു ആർ ഇൻ റോങ് കമ്പനി. ടാർസന് പറ്റിയ കമ്പനി അല്ലത്. മനസ്സിലായോ? ടാർസൻ വിശ്വസിക്കുന്ന പോലെ അവിടെയുള്ളവർ വിശ്വസിക്കുന്നില്ല. അവിടെയുള്ളവർ ടാർസനെ നോക്കി പരിഹസിക്കുകയും ചിരിക്കുകയാണ്. കാരണം ടാർസൻ മാത്രമേ ഇത് വിശ്വസിക്കുന്നുള്ളൂ. അവരെല്ലാം ടാർസനെ നോക്കി ചിരിക്കുക, ഇവൻ എന്തൊരു മണ്ടനാന്നുള്ളതാ. മനസ്സിലായോ? പാർസക്ക് പിടി കിട്ടിയോ? ടാർസന് മാത്രമേ ഈ വിശ്വാസമുള്ളൂ ബന്ധക്കോസ് ശരിയാന്ന്. അതുകൊണ്ട് ടാർസൻ പറയാണ്, കേൾക്കൂ, മാർത്തോമാക്കാർ കേൾക്കൂ, ഓർത്തഡോക്സുകാർ കേൾക്കൂ, കത്തോലിക്കർ കേൾക്കൂ. പാവൻ ടാർസൻ ഇതുവരെ നേരം വെളുത്തിട്ടില്ല. പെന്തക്കോസ്തുകാർ വളരെ കൗശലക്കാരും ബുദ്ധിയുള്ളവരുമാണ്. അവർക്കറിയാൻ തങ്ങളുടെ മുഴുവൻ നുണയാണെന്നും കാപട്യമാണെന്നും ഒരടിസ്ഥാനമില്ലാത്തതുമായ കാര്യമാണെന്നറിയാം. പാവൻ ടാർസൻ ഓർത്തഡോക്സിന്ന് മറ്റോ അടുത്ത ഇടയിൽ പെന്തക്കോസ്തി വന്നതാ. പുള്ളിക്ക് ഈ പുത്തനച്ച് പുരപ്പുറം തൂക്കുന്നു എന്ന് പറഞ്ഞ പോലെ പുള്ളി ഇരുന്ന് തൂക്കുന്ന. പഴയ അച്ചിമാരൊക്കെ അവിടെ സുഖമായിട്ടിരിക്കുക. ഇതിനകത്ത് വേറെ സംഭവമുണ്ട്. ഒരു പെന്തക്കോസ്തുകാരനും മാർത്തോമക്കാരനും CSI-കാരനും ഓർത്തഡോക്സുകാരനും കത്തോലിക്കനൊക്കെ ദശാംശം കൊടുത്താൽ അവരത് മേടിക്കും, പൈസ മേടിക്കും. അതില് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ടാർസൻ മേടിക്കുകയല്ല. ടാർസൻ വിശുദ്ധിയുണ്ട്, വേർപാടുണ്ട്. നിങ്ങളെല്ലാം ടാർസനോട് പറ, ഒരു മാർത്തോമക്കാരൻ കൊണ്ട് കാശ് കൊടുത്ത് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുക. ടാർസൻ പറയും, നീ ആദ്യം മാനസാന്തരപ്പെട, നീ സ്നാനപ്പെട, നീ രക്ഷിക്കപ്പെട എന്നൊക്കെ ടാർസൻ പറയും. കാരണം ടാർസൻ ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അല്ലല്ലോ നടക്കുന്നത്. ടാർസന്റെ ആത്മാർത്ഥമായിട്ട് അന്ധവിശ്വാസം കയറിയിരിക്കുന്ന. അപ്പൊ നമുക്ക് ടാർസന്റെ ആരോപണങ്ങളെ പറ്റി പരിശോധിക്കാം. ടാർസൻ എന്ന വ്യക്തിക്ക് നമ്മൾ ഒരു 916 മനുഷ്യനാണ്. ടാർസന് നമ്മൾ ഒരു 100 മാർക്ക് കൊടുക്കണം. കാരണം താൻ വിശ്വസിക്കുന്നതിൽ ഇതുപോലെ ആത്മാർത്ഥത കാണിക്കുന്ന ഒരു മനുഷ്യനാണ് ടാർസൻ. പക്ഷെ അദ്ദേഹം വിശ്വസിച്ചത് പറ്റിപ്പോയി, അതിനകത്തിപ്പോ നമ്മുടെ കുറ്റമല്ല. പക്ഷെ ഏതായാലും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ നമ്മൾ അംഗീകരിക്കണ്ടേ?